ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബിഗോണിയനെ കുറിച്ചിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. അതിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും. സ്റ്റെം കട്ടിങ്സ് വഴി വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലീഫ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടോ, ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത്. അതായത് വെർട്ടിക്കൽ പോട്ടിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. നിറച്ചും പൂക്കളാണ്. ആ പൂക്കൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആവശ്യത്തിനുള്ള വെയിൽ അതിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പ് ബിഗോണിയാസ് ഒക്കെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതാണ്. അത് കംപ്ലീറ്റ് ഷെയ്ഡല്ല, ആവശ്യത്തിനുള്ളൊരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് അതിന് കിട്ടണം. എന്നാൽ മാത്രമേ ആ ഒരു ഗ്ലേസിങ്ങും കണ്ടില്ല, നിങ്ങൾക്ക് ഇലകളൊക്കെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസിലേക്ക് വരണമെങ്കിൽ അതിന് ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ്, അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് നല്ല ഹെൽത്തി റിച്ച് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് നമ്മൾ കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ ആദ്യം കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് നല്ല ഉഷാറുള്ളത് കൊടുക്കുക, നല്ല കണ്ടൻറ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. പക്ഷേ പിന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രസത്തിൽ ചെടി ഉഷാറായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി വരും. ഇപ്പോൾ ഈ ഒരു ചെടികളൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മേൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പം ഒരുപാട് കളക്ഷൻസ് കാണുകയും മാത്രമല്ല ഇത് വളരെ ഭംഗിയായിട്ടത് 2 സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ചെയ്തിട്ടുകൊണ്ട് മാത്രമല്ല ചെടികളൊക്കെ വളരെയധികം ഉഷാറോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കെയറിങ്. നമ്മളെ കയ്യിലുണ്ട് ചെടികൾ, പക്ഷേ ഇത്രയും നല്ല ഫിനിഷിങ്ങോട് കൂടി ഫുൾ കവേർഡായിട്ട് നിൽക്കുന്നത് കാരണം അതിനാവശ്യത്തിനുള്ള ഒരു ഷെയ്ഡാണ്, ആ ലൈറ്റിംഗ് ആണ് മെയിൻ കേട്ടോ. അതിൽ പെട്ടെന്ന് തൈകൾ വെക്കാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സിൽ നല്ലൊരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചെടി നല്ല തഴച്ച് വളരും. പിന്നെ വേറെ ഒരു കാര്യം, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൈകൾ നമ്മൾ പ്രത്യേകമായിട്ട് വേറെ ചട്ടിയിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയി പോകും. അപ്പോൾ ഇവർ 2 തട്ടായിട്ട് വെച്ചിട്ട് അവിടെ ചട്ടികൾ നല്ല മണ്ണിൻ്റെ ചട്ടിയിലായിട്ടാണ് വെച്ചിട്ടത്. അപ്പോൾ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തൈകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് എല്ലാം തന്നെ പിടിച്ച് കിട്ടി. പിന്നെ മെയിനായിട്ട് ഞാനത് ഇല വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വെവ്വേറെ തൈകൾ, അതായത് സെയിലൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള ബിഗോണിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ്, നല്ല രസമാണ്. ഇത് കുറച്ച് കട്ടിയാണ് അതിൻ്റെ ലീഫ് കണ്ടോ. ഇവിടെയൊക്കെ കട്ട് ചെയ്തത് ഇപ്പം വല്ലാതെ ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മെയിൻ്റനൻസ് ആണ് മെയിൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കേടായിപ്പം. ഇപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു ചെടിയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കവേർഡായിട്ട് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആക്കി ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണിത്. പക്ഷേ അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ തൂങ്ങി താഴത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വേറെ ചട്ടിയിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ചെടി നഷ്ടപ്പെട്ടു പോകും. അപ്പം എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് വെക്കണം ചെടീനെ, അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വേറെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചിടാം. ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറായിരുന്നു. പക്ഷെ ഞാനത് എൻ്റെ പോട്ടിംഗ് മിക്സിൽ ചകിരിച്ചോറ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കൃത്യമായിട്ട് നനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്ക് തീരെ നോക്കാൻ പറ്റാത്തൊരു സമയം വന്നപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ തോട് മാത്രമേ ഇപ്പോൾ ഇതിൽ ഒരു ഇല പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഇല വഴി എങ്ങനെയെങ്കിലും അവിടെ ഇവിടേക്ക് ആയിട്ടൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും ആ ഒരു വെറൈറ്റി, ആ കളക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഇത് കളക്ട് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ല. നമ്മൾ അവിടെ ഇവിടുന്നൊക്കെ ആയിട്ടും അല്ലാതെ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ചൊരു മാസത്തിൻ്റെ മേലെയായി. അപ്പോൾ തന്നെ നന്നായിട്ട് കുഞ്ഞ് ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് അത് ബിഗിനേഴ്സിന് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ ഇത് പരിചയിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗോണിയൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുന്നു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സ്റ്റെം വഴി ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ഇലകൾ വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെയിൻസ് ഉണ്ടല്ലോ, വെയിൻസ് ഹെൽത്തി ആയിട്ടുള്ള വെയിൻ. ഇപ്പോൾ ഞാനിതിപ്പം അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വെത്തിയപ്പോഴത്തേക്കും വാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ആ വാടിപ്പോയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭാഗങ്ങളാണ് മണ്ണിലേക്ക് വെച്ചത്. മണ്ണിലെന്ന് പറഞ്ഞാൽ സാധാരണ മേൽമണ്ണ് അല്ലെങ്കിൽ നമുക്ക് മണൽ, ഇത് 2 ഏതെങ്കിലും ഒന്ന് ഇതാക്കുക. ഒരിക്കലും ചകിരിച്ചോറൊന്നും അന്നേരം കൊടുക്കണ്ട കേട്ടോ. ചെടി പിടിച്ച് ഇതുപോലെ വേര് വന്നതിന് ശേഷം നമുക്കതിനെ മാറ്റാം. പിന്നെ കീറിപ്പോയ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ചെടിയായിട്ട് മാറുന്നതാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഒരു ഫുള്ളായിട്ട് തൈ എവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം ഇലയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്താണ് ഇത് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, ഇപ്പോൾ ഇതിൽ ഞാൻ വെച്ച എല്ലാം തന്നെ വേര് വന്നിട്ടുണ്ട്. വേര് മാത്രമല്ല അതിൽ കുഞ്ഞ് ഇലകളും കൂടി അത് സ്പ്രൗട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉറപ്പായിട്ട് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഇല്ല, എവിടെയെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിഭാഗം വെച്ച് ചിലപ്പോൾ പോട്ടിംഗ് മിക്സ് ഒക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇല നമ്മൾ നല്ല മെച്യൂർ ആയിട്ടുള്ള ഇല വേഗം തന്നെ എന്ത് ചെയ്യുക, സാധാരണ ഒരു മേൽമണ്ണ് കുറച്ച് ഒരു കൈക്കോട്ടിനെ കൊണ്ട് കൊത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചട്ടിയിലാക്കിയിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി.
അതായത് അതിൻ്റെ ആ ഒരു വെയിൻസ് ഉണ്ടല്ലോ അത് മണ്ണിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആഴ്ന്ന് താഴത്തേക്കായി പോകേണ്ട, എന്നാൽ നമുക്ക് കാണും വേണമല്ല. എന്നിട്ട് അതിൻ്റെ മേലിൽ ആ കുഴീൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ വേഗം തന്നെ വേര് നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചട്ടി തന്നെ കാണിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാടെണ്ണം ഞാനങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സാധാരണ മേൽമണ്ണാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ചരൽ കുറച്ചിങ്ങനെ മണൽ പോലത്തെ മിക്സാണ് ഇവിടുത്തെ മേൽമണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇതങ്ങനെ നല്ല മെച്യൂർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് മണ്ണ് അതിൻ്റെ ടോപ്പിങ്ങിൽ, അതായത് ടോപ്പിങ്ങിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കുഴീൻ്റെ ഉള്ളിലാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ തൈ വരികയും, പിന്നെ നനേൻ്റെ കാര്യം പറയാം എങ്ങനെയാ വെച്ചാൽ ഡെയിലി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നനയായി കഴിഞ്ഞാലും ചിലപ്പോൾ ഇല ചീഞ്ഞു പോകും കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ തൈ ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ട്, എല്ലാത്തിലും വേര് പിടിക്കുകയും. അപ്പോൾ ഇതിപ്പോൾ കണ്ടത് നിങ്ങൾ വിചാരിക്കും ഇപ്പം വന്നിട്ടില്ല, പക്ഷേ ഇതിലും കണ്ടാണ് പുറത്തേക്ക് ഇല വന്നിട്ടില്ല എന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വരും. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു, ഇനിയിപ്പോൾ ചെയ്യാത്തവർക്കും ഇത് ചെയ്യാനുള്ളൊരു ഇത് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വെറൈറ്റി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടേക്കും ഓരോ സ്ഥലത്ത് നമ്മൾ വെറൈറ്റി എടുക്കുന്നതും നല്ല റേറ്റുമാണ് ഒരു കുഞ്ഞു തൈക്ക്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വന്ന് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് പോയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 1-2 അങ്ങനെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയത്. അപ്പോൾ അത് പോയിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇലയെങ്കിലും, ഈ പറയുന്ന എനിക്കും കൂടി ഞാൻ പറയുകയാണ്, ഒരു ഇലയെങ്കിലും മാറ്റി വെക്കുക, എന്നിട്ട് അത് ഉണ്ടാക്കിയെടുക്കുക. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടൊരു ബ്ലാക്ക് ഇല്ല, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇതിപ്പോൾ എല്ലാവരുടെയും കോമൺ ആയിട്ട് കാണുന്നതാണ്. പേരുകളൊന്നും എനിക്ക് അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഇതൊക്കെ പേരുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. ഇത് മോസ്റ്റ് കോമൺ ആണ്. പക്ഷേ എന്ത് കോമൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോവുക, അതായത് നമ്മൾ അശ്രദ്ധ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതും വേറൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഞാനിത് അങ്ങനെ ചട്ടിയിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബുഷായി ലഷായിട്ട് വരുന്ന പ്രതീക്ഷിക്കുന്നു. ഇതിപ്പം ഫർസാന, എൻ്റെ ഫ്രണ്ട് ഫർസാനൻ്റെ ഉമ്മയാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് എനിക്ക് എടുത്തു തരുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് തൈകൾ എടുത്തു തരികയും ഞാനത് കുറച്ച് എൻ്റെ വീട്ടിലും വെച്ച് കുറച്ച് ഇവിടെയും വെച്ചു. അപ്പോൾ ഇവിടുന്ന് ഏതാണ് പിടിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയുകയാണെങ്കിലും ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ ഇത് കളക്ട് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിലും വെച്ചപ്പം ഇവിടുത്തെ പിടിക്കാത്തത് അവിടെയും പിടിച്ചു. അപ്പം സംഗതി ക്ലിയറായി നമുക്ക് എല്ലാ തൈകളും ആയി വന്നിട്ടുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് ഇത് കേടായി പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.